റീഫണ്ട് അല്ലാതെ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ബ്രൗസേഴ്സ് അല്ലെങ്കിൽ ഈ ഗൂഗിൾ ക്രോം ഒക്കെ വഴി നമ്മൾ ഫ്ലൈറ്റ് സെർച്ച് ചെയ്യുമല്ലോ. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി ഓൾറെഡി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ കാണിച്ച എമൗണ്ട് തന്നെയായിരിക്കും പിന്നെയും കാണിക്കുക. അതായത് ഇന്ന് നമ്മൾ ഫ്ലൈറ്റ് നോക്കുമ്പോൾ ഒരു റേറ്റ് ആയിരിക്കും, ആ ഒരു റേറ്റ് തന്നെയായിരിക്കും 2 ദിവസം കഴിഞ്ഞാലും കാണിക്കുക. കൂടുകയോ കുറയോ ഒന്നും കാണിക്കില്ല. അപ്പോൾ അത് നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ ഒരു മോഡിൽ ഇട്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ റേറ്റ് അറിയാൻ സാധിക്കും. പിന്നെ സ്റ്റുഡൻസിനൊക്കെ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടാനായിട്ടൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഖത്തർ എയർവേസിലാണ് ഞാൻ കണ്ടത്. ഖത്തർ എയർവേസിലാണ്. വേറെ ഏതൊക്കെ എയർലൈൻസുകാർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ 10% വരെയാണ് ആ ബുക്കിങ്ങിൽ ഓഫർ അവർ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഓഫർ ലെറ്റർ, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നതാണെങ്കിൽ ക്യാഷ് ലെറ്ററും പിന്നെ അതിൻ്റെ പാസ്പോർട്ടിലെ ഡീറ്റെയിൽസും പാസ്പോർട്ടിൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്ത്